ആത്മാവിലൊന്നു തൊടേണമേ. ആരാധനയെ യേശുവേ. ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും അട്ടപ്പാടിയിലെ സെഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന മാറാനാഥ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ തന്നെ സ്നേഹപൂർവം സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസം അവിടുത്തെ വചനം കേൾക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ പൂരിതരാകാൻ, ആത്മാവിൻ്റെ അഭിഷേകം കിട്ടുവാൻ വേണ്ടി നമുക്കൊന്ന് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. വചനം കേൾക്കുന്ന ഓരോ മകനെ മകളെ അനുഗ്രഹിക്കണമേ. ഈശോയെ അഭിഷേകം ചെയ്യണമേ, കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ, ശക്തി കൊണ്ട് നിറയ്ക്കണമേ. ഓ ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് ചിന്തിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 58-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണ്. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. കഴിഞ്ഞ കാലത്ത് ഒരുപക്ഷെ നമ്മുടെ പൂർവികരിലൂടെയൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന ചില തകർച്ചകളോ ചില പാകപ്പിഴകളോ അതിലൂടെ ഉണ്ടായ ചില അനർത്ഥങ്ങളോ അത് വീട്ടാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ഞെരുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നോട് പറയുകയാണ്, നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. ഹല്ലേലൂയ. തുടർന്ന് ദൈവം നിന്നോട് പറയുകയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് മാറണം. നീ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയായിട്ട് മാറണം. നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. അപ്പോൾ എന്ത് പറ്റും? നീ അനേകം തലമുറകളുടെ അടിസ്ഥാനം പണിതുയർത്തുന്ന വ്യക്തിയായിട്ട് ഉയരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഇന്ന് അതിനുള്ളൊരു കൃപ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അനേകം തലമുറകളുടെ നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യുന്ന ദിവസമാണിത്. ഞാൻ ഓർക്കുകയാണ്, ഒരു കുടുംബം, അവർ 1950-കളിൽ പാലാ ഭാഗത്തു നിന്ന് മലബാറിലേക്ക് കുടിയേറി. ആ കുടുംബത്തിൽ അവരുടെ ആളുകൾ പറയാണ്, കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, അകാല മൃത്യു അവിടെ സംഭവിച്ചിട്ടുണ്ട്, അശുദ്ധ പാപങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവരുടെ കുടുംബത്തിൽ പല അനർത്ഥങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിൽ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു ബോധ്യം ലഭിച്ചു, എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകണം. അബ്രാഹാം തൻ്റെ ദേശം വിട്ടുപോകുന്നത് പോലെ അദ്ദേഹം അവിടം വിട്ട് വേറൊരു ദേശത്തേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് അവിടെ വരുമ്പോൾ ഇഷ്ടംപോലെ കാടും മേടും വെട്ടിപ്പിടിക്കാൻ അവസരം ഉണ്ടായി. അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അർഹതമായത് മതി, എനിക്ക് അർഹതയില്ലാത്തതൊന്നും എനിക്ക് വേണ്ട, എൻ്റെ മക്കൾക്കത് വേണ്ട. അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തു. അദ്ദേഹത്തിന് കിട്ടി ഏതാനും ഏക്കർ സ്ഥലത്ത് അദ്ദേഹം നന്നായി കഷ്ടപ്പെട്ടു. 6 മക്കൾക്ക് ജന്മം കൊടുത്തു. ഞായറാഴ്ച ആകുമ്പം വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് ചുട്ട് കത്തിച്ച് പള്ളി കുർബാനയ്ക്ക് മക്കളെ കൊണ്ടുപോകും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പം അവർക്ക് സ്വന്തമായിട്ട് ഇടവക ഒരു ദേവാലയം ഉണ്ടാകാൻ വേണ്ടി കഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ഒറ്റ വ്യക്തിയിലൂടെ ആ ദൈവം കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം വീട്ടുപേര് പോലും അദ്ദേഹം മാറ്റി വേറൊരു ദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം എളിമപ്പെട്ടു, യേശുവിനോട് ചേർന്നിരുന്നു, കഷ്ടപ്പെട്ടു, പ്രാർത്ഥിച്ചു, ബുദ്ധിമുട്ടി, സത്യസന്ധമായിട്ട് പെരുമാറി. അദ്ദേഹത്തിലൂടെ ആ വംശം, ആ തലമുറ, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. അതാണ് യെശയ്യാ 58:12 അദ്ദേഹത്തിൽ നിറവേറിയ വചനം. അനേകം മതിലുകൾ നീ പുനരുദ്ധരിക്കും, പൊളിഞ്ഞ മതിലുകളെ നീ പുനരുദ്ധരിക്കുന്നവനും ഭവനങ്ങളുടെ കേട് പോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീയും വിളിക്കപ്പെടണം. ഈ വചനം കേൾക്കുമ്പോൾ നിനക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകണം. ഞാനും എൻ്റെ ഭവനത്തിൻ്റെ കേടുപോക്കുന്ന വ്യക്തിയായിട്ട് മാറും. എൻ്റെ ഭവനത്തിൻ്റെ പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനായിട്ട് എനിക്കും മാറണം. ഇതൊരു അഭിഷേകമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനീ പറഞ്ഞ ഈ ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്ത വീട്ടിലെ വ്യക്തി, അവിടെ ഒരു ചേട്ടൻ ബാലാഭാഗത്ത് നിന്ന് കുടിയേറി അദ്ദേഹം കിട്ടിയ ഗവൺമെൻറ്റിൻ്റെ എല്ലാം അദ്ദേഹം വെട്ടിപ്പിടിച്ചെടുത്തു. പ്രിയപ്പെട്ടവരെ, കുറെ അന്യായമായിട്ട് സമ്പാദിച്ചു, കുറെ അനർത്ഥങ്ങൾ ചെയ്തു കൂട്ടി. എന്തു സംഭവിച്ചു? ഇപ്പോൾ ആ കുടുംബത്തിൽ സമാധാനം കുറവ്. മക്കൾ പരസ്പരം കീരിയും പാമ്പും പോലെ, സ്നേഹമില്ല, സാഹോദര്യമില്ല, ഒരുപാട് തിന്മകൾ കുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് നീ എങ്കിലും നീ യേശുക്രിസ്തുവിലേക്ക് ആഴത്തിൽ തിരിച്ചു വന്നാൽ ആ കുടുംബത്തിന്റെ തകർച്ചകളെ മാറ്റാൻ നിനക്ക് പറ്റും എന്ന കാര്യത്തിന് സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ പൂർവ്വ യൗസേപ്പ് വളരെ ഉത്തേജനം നൽകുന്ന ഒരു കഥാപാത്രമാണ്. ജോസഫിന്റെ അപ്പൻ യാക്കോബ് ചേട്ടന്റെ കടിഞ്ഞൂലവകാശം കിട്ടാൻ വേണ്ടി കള്ളത്തരം കാണിച്ചു. ബലപേശൽ ആ കുടുംബത്തിൽ അദ്ദേഹം നടത്തി. ശ്രദ്ധിക്കണം, ഒരു കുടുംബത്തിൽ ബലപേശൽ നടന്നാൽ ഒരുപക്ഷെ മക്കളെ പോലും അത് സ്വാധീനിച്ചെന്ന് വരും. യാക്കോബ് വിലപേശി, പായസത്തിന് വേണ്ടി വിലപേശി, കടിഞ്ഞൂൽ സ്ഥാനത്തിന് വേണ്ടി വിലപേശി. എന്തുപറ്റി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യാക്കോബിന് 12 മക്കൾ ജനിച്ചു. അതിൽ 11ാമത്തവനും സുന്ദരനുമായ ജോസഫിന് വേണ്ടി ചേട്ടന്മാർ വിലപേശൽ നടത്തുകയാണ്. 20 വെള്ളിക്കാശിന് വിലപേശി ഇതാ ജോസഫിനെ വിറ്റു. ജോസഫിനെ പൊട്ടക്കണ്ണിലേക്ക് വലിച്ചെറിഞ്ഞു. ജോസഫിനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഇസ്മായിലർക്ക് വിൽക്കുകയാണ്. അടിമ ചങ്ങലകൾ കൊണ്ട് ഭരിക്കപ്പെട്ട ജോസഫ് ഇതാ ഈജിപ്തിന്റെ അടിമത്തത്തിന്റെ ദേശത്തേക്ക് ഇതാ യാത്രയാവുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട്. ചിന്തിച്ചു നോക്കിക്കേ, പല കുടുംബങ്ങളും ഇതേപോലെയാണ്. വിലപേശൽ നടത്തിയ കുടുംബത്തിൽ അടുത്ത തലമുറ, പെണ്ണത്തെ തലമുറയാകുമ്പോൾ അത് മാരകമായതിൽ അങ്ങോട്ട് വർദ്ധിച്ചു വരുന്നത് കാണാം. പക്ഷേ ജോസഫിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ ഈ സംഭവം പറഞ്ഞത് ജോസഫിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അവനെ നോക്കിക്കുക, അവൻ്റെ ഒരു പ്രത്യേകത, അവൻ പൊത്തിഫറിനോട് ക്ഷമിച്ചു, പൊത്തിഫറിന്റെ ഭാര്യയോട് ക്ഷമിച്ചു, തൻ്റെ വീട്ടുകാരോട് ക്ഷമിച്ചു, ചേട്ടന്മാരോടെല്ലാം നിരുപാധികമായിട്ട് അവൻ പൊറുത്തപ്പോൾ അവനിലൂടെ ആ കുടുംബത്തിന്റെ പൊളിഞ്ഞ മതിലുകൾ ദൈവം പുനരുദ്ധരിച്ചു. അവനിലൂടെ ആ കുടുംബത്തിന്റെ കേടുപാടുകൾ കർത്താവ് പോറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറക്കരുത്, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. തുടർന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ നിന്റെ മക്കളുടെ മക്കൾ വിളിച്ചു പറയും, ഇതാ ഞങ്ങൾക്കൊരു അപ്പനുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു അപ്പാപ്പനുണ്ടായിരുന്നു, അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിന്റെ കേടുപോക്കി, ഞങ്ങളുടെ തലമുറയുടെ അശുദ്ധിയെല്ലാം അദ്ദേഹം പ്രാർത്ഥിച്ചും എളിമപ്പെട്ടും ഉപവസിച്ചും അദ്ദേഹം നികത്തി എന്ന് പറയത്തക്ക രീതിയിൽ ഇപ്പോൾ വചനം കേൾക്കുന്ന ഓരോ മകനും മകളും അഭിഷേകം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു കൃപയായി, ഒരു അഭിഷേകമായി കർത്താവ് നമുക്ക് നൽകും. അവിടുന്ന് അത് ചെയ്യും. അതാണ് ആദ്യത്തെ സുനഹദോസ് കൂടിയപ്പോൾ, ജെറുസലേം സുനഹദോസ് കൂടിയപ്പോൾ ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നടപടി പുസ്തകത്തിന്റെ 15ാമത്തെ അധ്യായം, ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും, അതിന്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കി പണിയും, അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബം ഉയർത്തി നിർത്തപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ തകർന്ന കുടുംബമാണെങ്കിൽ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം പറയാണ്, നിന്റെ കുടുംബത്തെ ഞാൻ ഉയർത്തി നിർത്തും. നിന്റെ കുടുംബത്തെ അവിടുന്ന് ഉയർത്തി നിർത്താൻ മതിയായവനാണ് യേശുക്രിസ്തു. മറക്കരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തകർന്ന് പോയതിനെ പുനരുദ്ധരിക്കാൻ മതിയായവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, ശേഷിക്കുന്ന ജനങ്ങളും എൻ്റെ നാമത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിജാതീയരും കർത്താവിനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണിത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തെ പുനരുദ്ധരിക്കാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ അയച്ചത്. ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ചിലപ്പോൾ ആളുകൾ പറയാ, അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിൽ എന്തോ ശാപമുണ്ട്, 3-4 തലമുറ വരെ ശിക്ഷിക്കുന്നവനല്ലേ ദൈവം. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, കാര്യം നമുക്കറിയാം. പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ 34-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ ദൈവമായ കർത്താവ് ഇറങ്ങി വരികയാണ് മോശയുടെ അടുത്തേക്ക്. ദൈവത്തെ കണ്ടപ്പോൾ മോശ പറഞ്ഞു, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയും സ്നേഹനിധിയുമായ ദൈവമാണ്, ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനാണ് അവിടുന്ന്. പക്ഷേ
കുറ്റങ്ങൾ ചെയ്യുന്നവരുടെ 3-4 തലമുറകൾ വരെ ശിക്ഷിക്കുന്നവനും കൂടിയാണ് അവിടുന്ന്. മോശയ്ക്ക് തിരിച്ചറിവുണ്ടായി. ബൈബിൾ പറയാണ്, ദൈവമായ കർത്താവ് ഈ ഒരു തിരിച്ചറിവ് മോശയ്ക്ക് കൊടുത്തപ്പോൾ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കുന്നവനാണെന്നുള്ള തിരിച്ചറിവ് മോശയ്ക്കുണ്ടായപ്പോൾ അപ്പോൾ തന്നെ മോശ നിലം പറ്റെ കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ മോശയ്ക്കറിയാം ഇത് പറഞ്ഞവൻ തന്നെ അനുഗ്രഹിക്കാൻ മതിയായവനാണ്. 3-4 തലമുറ വരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞവൻ പറഞ്ഞത് 1000 തലമുറകളോളം കരുണ കാണിക്കുമെന്നാണ്. അതുകൊണ്ട് മോശ കുമ്പിട്ട് നിലം പറ്റ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞങ്ങൾ ദുശാഠ്യക്കാരാണ്, ഞങ്ങൾ പാപം ചെയ്തവരാണ്, ഞങ്ങൾ വീണ്ടും വീണ്ടും പാപം ചെയ്യാൻ പ്രേരണ ലഭിക്കുന്ന ആളുകളാണ്, എങ്കിലും അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ. എന്നിട്ട് മോശ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളും ഞങ്ങളുടെ കാർന്നോന്മാരൊക്കെ ചെയ്ത എല്ലാ പാപങ്ങളും തെറ്റുകളും അങ്ങ് ക്ഷമിക്കണമേ, ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഒരിക്കലൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ കണ്ട ഒരു കാര്യം. ആ ഭവനത്തിൽ അപ്പനും അമ്മയും രാത്രിയിലെ പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിൽ രണ്ടുപേരും കൂടെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവർ പ്രാർത്ഥിക്കും, കർത്താവേ കരുണയായിരിക്കണമേ, ഞങ്ങളോട് മക്കളോട് കരുണയായിരിക്കണമേ, ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും മാതാപിതാക്കളും വഴി വന്നുപോയ എല്ലാ പാപങ്ങളും തെറ്റുകളും അങ്ങ് പൊറുക്കണമേ, കടങ്ങൾ ഇളച്ചു തരണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കും, കർത്താവെ ഞങ്ങളുടെ കുടുംബത്തോട്, ഫാമിലി ട്രീയോട്, പാരമ്പര്യത്തോട്, വംശത്തോട് കരുണയായിരിക്കണമേ. സഹോദര, മറക്കരുത്, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് നിന്റെ വീടിന്റെ പൊളിഞ്ഞ മതിലുകളെ പുനരുദ്ധരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അനേകം തലമുറകളുടെ അടിസ്ഥാനത്തെ പണിതുയർത്താൻ വേണ്ടി വിളിക്കപ്പെട്ട നീ ഇതുപോലെ ചങ്കുപൊട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഞങ്ങളുടെ കുടുംബത്തോട് നീ കരുണ കാണിക്കണമേ. കരുണ കാണിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങളാണ് ദൈവം നൽകുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ പഠിക്കാനൊക്കെ വേറെ സ്ഥലങ്ങളിൽ പോയി, ജോലിക്ക് വേണ്ടി വേറെ രാജ്യങ്ങളിൽ പോയി, യുവത്വത്തിൻ്റെ തിളപ്പിൽ ഒരുപാട് പാപത്തിലേക്ക് ഒരുപക്ഷെ വീണു പോകുന്നുണ്ടായിരിക്കും. അപ്പം അമ്മ നീ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ മുട്ടുകുത്തണം, നീ പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട് പറയണം, ദൈവമേ കരുണയായിരിക്കണം, ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണം. മോശ കരഞ്ഞു, ജനത്തിന് വേണ്ടി മോശ കരഞ്ഞതുപോലെ ഓരോ കുടുംബനാഥനും കുടുംബനാഥയും മക്കൾക്കും വംശത്തിനും വേണ്ടി ദൈവത്തോട് കരയണം, ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നിന്റെ മക്കളും മക്കളുടെ മക്കളും പറയും, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന കാരണമാണ് ഞങ്ങളിത് നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ കുടുംബവും മലബാറിലേക്ക് കുടിയേറിയ കുടുംബമാണ്. ഒരുപാട് രോഗം, പട്ടിണി, അതുപോലെ തന്നെ ദാരിദ്ര്യം, ഒരുപാട് അസ്വസ്ഥതകളൊക്കെ അവരുടെ കുടുംബത്തിലുണ്ടെങ്കിലും വിശ്വാസത്തിൽ ദൃഢതയുള്ള ഒരു അപ്പനും അമ്മയും ആ കുടുംബത്തിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ദിവസവും ഒരു പ്രാർത്ഥിക്കും, സാധിക്കുന്ന എല്ലാ ദിവസവും പള്ളിയിൽ കുർബാനയ്ക്കായിട്ട് പോകും. കഷ്ടപ്പാടും തകർച്ചയും രോഗങ്ങളുണ്ടാകുമ്പോൾ ഒരു നിരാശപ്പെടാതെ അവർ ദൈവത്തോട് ചേർന്നിരുന്നു. എന്തു സംഭവിച്ചു? ആ വ്യക്തിയിലൂടെ ആ കുടുംബത്തെ ദൈവം അങ്ങോട്ട് പുനരുദ്ധരിച്ചു. അദ്ദേഹം പറയാ, ഞങ്ങളുടെ അപ്പൻ്റെ പ്രാർത്ഥന, ഞങ്ങളുടെ അമ്മയുടെ പ്രാർത്ഥന കാരണമാണ് ഞങ്ങൾ ഇതുപോലെ രക്ഷിക്കപ്പെട്ടു വന്നത്, ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചത്. എല്ലാ മേഖലകളിലും, സാമ്പത്തികമായും ജോലിയുടെ മേഖലകളിലും എല്ലാ അനുഗ്രഹം പ്രാപിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു സഹോദരൻ വൈദികനാണ്, അത് അനേകം പേർക്ക് വിദേശത്ത് ജോലി കിട്ടി, എല്ലാ മേഖലയിലും ദൈവം ഞങ്ങൾ അങ്ങോട്ട് അനുഗ്രഹിക്കും. ഞങ്ങളുടെ അപ്പൻ്റെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ തലമുറ നിങ്ങളെ നോക്കി പറയണം, ഞങ്ങളുടെ അപ്പൻ, ഞങ്ങളുടെ അമ്മ പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിച്ചു, കേടുവന്ന് ഭവനങ്ങളുടെ കേട് പോക്കി. അതിന് കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ത്യാഗമുണ്ട്. പ്രാർത്ഥിക്കണം. ഓരോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഓർത്ത് നോക്കിക്കേ. വൈദികൻ പറയുന്നത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പാപങ്ങളുടെ മോചനം, കടങ്ങളുടെ പൊറുതി. പ്രിയപ്പെട്ടവരെ, നമുക്ക് വീട്ടിൽ തീർക്കാൻ സാധിക്കാത്ത കടങ്ങൾ കാണുമായിരിക്കും നമ്മുടെ കുടുംബത്തിൽ, നമുക്കറിയത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു വന്നത്, അതിനു വേണ്ടിയിട്ടാണ് അവൻ കുരിശിൽ മരിച്ചത്. മറക്കരുത്, കൊളോസ്യോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. നമുക്ക് ദോഷകരമായ നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. വചനം പറയാണ്, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ യേശു ക്രിസ്തു അവനിതാ നിശേഷമില്ലായ്മ ചെയ്യുകയാണ്.
അവൻ്റെ കുരിശിലെ മരണത്തിലൂടെ, അവൻ്റെ കുരിശിലെ രക്തത്തിലൂടെ നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ തുടച്ചു നീക്കി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധിപത്യങ്ങളെയും അന്ധകാര ശക്തികളെയും അവൻ തകർത്തു. മറക്കരുത്, നമ്മളത് അനുഭവിക്കണം. നിങ്ങളത് അനുഭവിക്കണം, നിങ്ങളുടെ തലമുറ മക്കളത് അനുഭവിക്കണം. അതുകൊണ്ടാണ് ആത്മീയ ഗുരുക്കന്മാർ പറയണത്, കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ 7 തലമുറ വരെയുള്ള പൂർവികർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ ചില കുടുംബങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോയി. മറക്കരുത്, പ്രാർത്ഥിക്കണം. കുർബാനയ്ക്ക് പോകുമ്പോൾ പൂർവികർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. എത്രയോ വിശ്വാസമാണ് തന്നത്. അവർക്ക് ചില പോരായ്മകളോ പാകപ്പിഴകളോ വന്നിട്ടുണ്ടെങ്കിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഓരോ കുർബാനയിലും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എല്ലാ കുർബാന ക്രമങ്ങളിലും മരിച്ചവരെ നമ്മൾ ഓർക്കാറുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലമുറകൾ അനുഗ്രഹം പ്രാപിക്കാൻ, വംശങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ ഈശോയുടെ രക്തം ഈശോ ചിന്തി എന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. അതാണ് പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-19 തിരുവാക്യങ്ങൾ. അവിടെ പത്രോസ് ശ്ലീഹായിലുള്ള ശക്തമായിട്ട് വചനം പറയുകയാണ്. നിങ്ങളുടെ പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് കുഞ്ഞാടിൻ്റേത് പോലുള്ള യേശുക്രിസ്തുവിന്റെ അമൂല്യ രക്തം വഴിയത്രേ. പ്രൈസ് ദി ലോർഡ്. വ്യർത്ഥമായിട്ടുള്ള ജീവിത രീതിയിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് മറക്കരുത്. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞു. എടുക്കപ്പെട്ടത് എങ്ങനെയാണ്? നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് കുഞ്ഞാടിൻ്റേത് പോലുള്ള യേശുക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം വഴിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ നമുക്ക് വേണ്ടി ചിന്തിയ അമൂല്യ രക്തത്തിൻ്റെ ആ വില നമ്മൾ തിരിച്ചറിഞ്ഞ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആത്മാർത്ഥമായി നമ്മുടെ തലമുറകളുടെ നവീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പിതാക്കന്മാരുടെ എല്ലാ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചിട്ടുണ്ട്. സംശയമൊന്നുമില്ല കാര്യത്തിന്. അത് നിന്നിലൂടെ നിന്റെ തലമുറ അനുഭവിക്കാൻ വേണ്ടി നീ കഷ്ടപ്പെടണം, നീ ബുദ്ധിമുട്ടണം. എനിക്കറിയാം, ഞാൻ കോയമ്പത്തൂര് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചില യുവതിവാക്കന്മാർ ആത്മാർത്ഥമായിട്ട് ഈശോയ്ക്ക് വേണ്ടി പണിയെടുക്കും. അതിലൊരു യുവതി, ആ സഹോദരിയുടെ പ്രത്യേകത, അവളുടെ കുടുംബത്തെ, അവളുടെ സ്വന്തം ഭവനം മാത്രമല്ല, അവളുടെ അപ്പൻ്റെ ചേട്ടൻ്റെ, അപ്പൻ്റെ അനിയൻ്റെ, അമ്മയുടെ വീട്ടുകാർ ആ ഭവനങ്ങളിലൊക്കെ ഇടയ്ക്ക് പോകും, അവധിക്കൊക്കെ ചെല്ലും. അവരോടെല്ലാം ഈശോയെക്കുറിച്ച് പറയും. അനേകം കുടുംബങ്ങൾക്ക് അവളെ കൊണ്ട് പറ്റാവുന്ന ഉപദേശങ്ങളെ കൊടുത്ത് ധ്യാനത്തിന് കൂട്ടിക്കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, ചില ഭവനങ്ങൾ തകർന്നു കിടക്കണത് പുനരുദ്ധരിക്കാൻ വേണ്ടി ആ സഹോദരി അവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കഷ്ടപ്പെട്ടപ്പോൾ അവളുടെ പല ബന്ധുക്കളും അവളെ നോക്കി പറയാൻ തുടങ്ങി, ഇവളിതാ ഞങ്ങളുടെ ഭവനങ്ങളുടെ കേടുപോക്കുന്നവളാണ്, അനേകം പൊളിഞ്ഞ മതിലുകളെ പുനരുദ്ധരിക്കുന്നവളാണ് ഇവള്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയണത് കേൾക്കണം പ്രിയപ്പെട്ടവരെ. അനേകം ഭവനങ്ങളുടെ കേട് നീ പോക്കണം, അനേകം പൊളിഞ്ഞ മതിലുകൾ നിന്നിലൂടെ പുനരുദ്ധരിക്കപ്പെടണം. എന്തൊരു സന്തോഷമായിരിക്കും നിന്റെ ജീവിതത്തിലൂടെ കർത്താവിനും മറ്റുള്ളവർക്കും ലഭിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറക്കരുത്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാണ്, നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. സാമ്പത്തിക മേഖലയായിരിക്കാം, ഒരുപക്ഷെ ആത്മീയമായിട്ട് തകർന്നുപോയ അവസ്ഥകളായിരിക്കാം, ഒരുപക്ഷെ മക്കളിലൂടെ വന്നിട്ടുള്ള ചില തിന്മകളോ ചില ചീത്ത കൂട്ടുകെട്ടുകളായിരിക്കാം. നിന്നിലൂടെ ദൈവം പുനരുദ്ധരിക്കാൻ ആഗ്രഹിക്കും. മോനിക്ക എന്ന ഒറ്റ സ്ത്രീയിലൂടെ ദൈവം ആ കുടുംബത്തെ മാത്രമല്ല സഭയെ പോലും അത്ഭുതകരമായിട്ട് അങ്ങോട്ട് പുനരുദ്ധരിച്ചില്ലേ. മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂപ്പുകുത്തി കിടക്കുന്ന കാലത്ത് ഫ്രാൻസിസ് ദെ സാലസ് എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയിലൂടെ സഭയെ നവീകരിക്കാൻ ദൈവം അങ്ങോട്ട് തീരുമാനിച്ചു. കാൽവിനിസം, ശക്തമായ പെന്തക്കോസ്ത് ചിന്ത സഭയിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം പുനരുദ്ധരിച്ച് സത്യസഭയിലേക്ക് കൊണ്ടുവരാൻ ഫ്രാൻസിസ് ദെ സാലസിനെയും കർത്താവ് ഉപയോഗിക്കുകയാണ്. ദൈവം നിന്നെ ഉപയോഗിക്കും. നീ പ്രാർത്ഥിക്കുക. അവിടെ കുത്തിയിരുന്ന് നീ പ്രാർത്ഥിക്കുക, ദൈവമേ നീ എന്നെ ഉപയോഗിക്കണമേ, എൻ്റെ തലമുറയുടെ നഷ്ടശിഷ്ടങ്ങളെ പുനരുദ്ധരിക്കാൻ എന്നെ ഉപയോഗിക്കണമേ, അനേകം പൊളിഞ്ഞ മതിലുകളെ നവീകരിക്കാൻ എന്നെ ഉപയോഗിക്കണമേ, അനേകം തകർന്ന ഭവനങ്ങളെ ഉദ്ധരിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. നിനക്ക് പറ്റും പ്രിയപ്പെട്ട സഹോദര, നിനക്ക് പറ്റും പ്രിയപ്പെട്ട സഹോദരി. ദൈവം നിനക്ക് കൃപ നൽകും, യാതൊരു സംശയമില്ല. അവൻ്റെ വാഗ്ദാനം, വചനത്തിൻ്റെ വാഗ്ദാനം നിന്നിലേക്ക് നിറയാം.
കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാണ് നമ്മൾ. ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി നിങ്ങളിലേക്ക് നിറയട്ടെ. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ വംശത്തെ കർത്താവിന് കൊടുക്കുക. തലമുറകളെ കർത്താവിന് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ചുവട്ടിലേക്ക് വെച്ചു കൊടുക്കുക. പഴയ നിയമത്തിലെ കുഞ്ഞാടിൻ്റെ രക്തം ഏതെല്ലാം കട്ടിളപ്പടിയിന്മേൽ പൂശപ്പെട്ടോ അവിടെ നിന്ന് സംഹാരദൂതൻ കടന്നുപോയതുപോലെ ഈ നിമിഷങ്ങളിൽ നിന്റെ കുടുംബത്തിൽ യേശുവിൻ്റെ വിലയേറിയ രക്തം വലിയ അഭിഷേകമായിട്ട് ഒഴുകാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക. പിതാക്കന്മാരുടെ വ്യർത്ഥമായിട്ടുള്ള ജീവിത രീതിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണ്ണമോ വെള്ളി കൊണ്ടല്ല, മറിച്ച് കുഞ്ഞാടിൻ്റേതുപോലുള്ള യേശു ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം വഴിയാണ്. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ തകർച്ചകളെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Praise the Lord. Hallelujah, Maranatha. Come, Lord Jesus. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നമ്മൾ രക്ഷ പ്രാപിക്കും എന്ന സംശയമില്ലല്ലോ. തലമുറകളുടെ പുനരുദ്ധാരണം നടത്തുന്നത് അവനാണ്, അവൻ്റെ രക്തമാണ്. വലിയ വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ തലമുറകളെ നവീകരിക്കണം. അതിനുവേണ്ടി എന്നെ അങ്ങ് ഉപകരണമാക്കി മാറ്റണം. അനേകം ഭവനങ്ങളുടെ കേടുപോക്കുന്നവനായിട്ട് ഞാൻ മാറട്ടെ. അനേകം പൊളിഞ്ഞ മതിലുകളെ പുനരുദ്ധരിക്കുന്നവളായിട്ട് ഞാൻ മാറട്ടെ. ഞങ്ങളുടെ നഷ്ടശിഷ്ടങ്ങളെ അങ്ങ് പുനരുദ്ധരിക്കണമേ. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് നഷ്ടശിഷ്ടങ്ങളെ പുനരുദ്ധരിക്കുവാൻ കർത്താവെ നീ കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ തലമുറയിലേക്കും വംശത്തിലേക്കും യേശുവിനെ ക്ഷണിച്ച് ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 നിന്റെ നാമത്തിൻ്റെ ശക്തി, നിന്റെ കുരിശിൻ്റെ ശക്തി, നിന്റെ പരിശുദ്ധമായ മരണത്തിൻ്റെ അത്ഭുത ശക്തി ഈ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ നിറയട്ടെ. നഷ്ടശിഷ്ടങ്ങളെ പുനരുദ്ധരിക്കുന്നവനെ കർത്താവെ കടന്നു വരണമേ. യേശുവെ എഴുന്നള്ളി ഓരോ മകനെയും മകളെയും വിട്ടുവയ്ക്കണമേ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടശിഷ്ടങ്ങൾ മാറട്ടെ. മാറി മാറി ഉണ്ടാകുന്ന രോഗപീഠകളുടെ കെട്ടിൽ അഴിയട്ടെ. എല്ലാ തരത്തിലുള്ള ആത്മീയ മന്ദതയും മറിവെപ്പും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. സാമ്പത്തിക പരാജയങ്ങൾ മാറട്ടെ. ദുർമരണങ്ങൾ വിട്ടുപോകട്ടെ. അന്ധകാര ശക്തി ഉപദ്രവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. തലമുറകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയിലാണ്. ദൈവാനുഗ്രഹത്താൽ ഞാൻ വന്നത് എൻ്റെ ചെവിയുടെ കേൾവിക്കുറവുണ്ടായിരുന്നു. എൻ്റെ ചെവിയുടെ കേൾവി നല്ലവണ്ണം എനിക്ക് കിട്ടി. എൻ്റെ കാലും ചെവിക്ക് എത്ര നാളായിട്ട് കേൾവിക്കുറവുള്ളത്? 1 കൊല്ലമായിട്ട് ചെവി ഒട്ടും കേൾക്കാൻ പാടില്ലാത്ത അവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. 1 കൊല്ലമായിട്ട് ചെവി ഒട്ടും കേൾക്കാൻ പാടില്ല. ഇത് ഇടത് ചെവി ഒട്ടും കേൾക്കാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു. 2 ചെവിയിലും കേൾവിക്കുറവുണ്ടായിരുന്നു. അത് മാറി കിട്ടി. ഇപ്പൊ ശരിക്കും കേൾക്കാൻ പറ്റുമോ? ഇപ്പം കേൾക്കാൻ പറ്റും. Praise the Lord. പിന്നെ ഹല്ലേലൂയ. കാലിൻ്റെ പാദം രണ്ടും മരച്ചിരിക്കുകയായിരുന്നു പനി വന്നിട്ട്. അത് മാറി നല്ലവണ്ണം ഇപ്പം നടക്കാറായി. ഇപ്പം ടച്ച് ചെയ്താൽ നമുക്ക് അറിയാനൊക്കെ, മറ്റേ കല്ല് കൊണ്ടാലും ഒന്നും അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലായിരുന്നു. കല്ല് കൊണ്ടാൽ പോലും അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പൊ കാലിന് സെൻസേഷൻ തിരിച്ചു കിട്ടി. നല്ല ശക്തി, നല്ല ആരോഗ്യവും, നല്ല നടക്കുമ്പോൾ നമുക്ക് കല്ല് കൊണ്ടാൽ നമുക്ക് നല്ല വേദനയൊക്കെ തോന്നിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ആ സെൻസേഷൻ തിരിച്ച് കാലിന് കൊടുത്തു. മറ്റേത് മന്ത് പിടിച്ച പോലെ ഇങ്ങനെ ഒരു അനുഭവമല്ലോ, തൊട്ടാലും ഇടിച്ചാലും കല്ലും കൊണ്ട് എറിഞ്ഞാലൊന്നും അറിയാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു. ഒരു മന്ത് തടി പോലെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അത് മാറി ഇപ്പൊ സെൻസേഷൻ തിരിച്ചു കിട്ടി. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ